എല്ലാവർക്കും എജിബിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാം കാത്തിരുന്ന റെയിൽവേയുടെ ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്കിവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വേക്കൻസീസും കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം നിങ്ങളെ അറിയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ക്ലിയർ ആയിട്ട് ഫുൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾ നോക്കുമ്പോൾ 01/2026 എന്ന് പറഞ്ഞിട്ടാണ് 2026 നോട്ടിഫിക്കേഷനാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ വർഷവും നോട്ടിഫിക്കേഷൻ 2020 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. 2020 നോട്ടിഫിക്കേഷൻ വന്നിട്ട് എക്സാം നടക്കുന്നതിന് 2026 അല്ലേ. അപ്പോൾ നമ്മൾ റെയിൽവേ എക്സാംസ് ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടാണ് നടക്കുന്നത്. അപ്പോൾ 2026 നോട്ടിഫിക്കേഷൻസ് ഇനി വരുന്ന നോട്ടിഫിക്കേഷൻസിനെല്ലാം എക്സാം നടക്കുന്ന എപ്പോഴായിരിക്കും 2027 സമയത്തായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇപ്പം ആപ്ലിക്കേഷൻ അയക്കേണ്ട ഡേറ്റ് വന്നിരിക്കുന്നത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ഓപ്പണിംഗ് ഡേറ്റ് വരുന്നത് May 15 ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ മാസം 15 ആപ്ലിക്കേഷൻസ് അയക്കാനുള്ള ഡേറ്റ്. അതായത് നമ്മുടെ വിൻഡോ ഓപ്പൺ ആവുന്നത് 15 തീയതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലോസിംഗ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് June 14 ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, June 14 ആണ് ക്ലോസിംഗ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പേയ്മെൻറ്റ് ലാസ്റ്റ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് പറയുന്നത് 16/6 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 2 ദിവസം കൂടെ എക്സ്ട്രാ നമുക്ക് പേയ്മെൻറ്റ് ഡേറ്റ് വരുന്നുണ്ട്. നിങ്ങൾ മാക്സിമം നിങ്ങൾ ഇതിനകത്ത് അതായത് 14 എന്ന് പറയുന്ന ഡേറ്റ് നിങ്ങൾ June 14 ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഡേറ്റ് വരെ നോക്കി നിൽക്കരുത്. അതിന് മുന്നേ തന്നെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലാസ്റ്റ് ഡേറ്റിൽ പലരും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ പലപ്പോഴും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യരുത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വരുന്ന ഡേറ്റ് മോഡിഫിക്കേഷൻ വിൻഡോ നമുക്ക് ഓപ്പൺ ആവാറുണ്ട്. ആ ഓപ്പണിംഗ് ഡേറ്റ് പറയുന്നത് June 17 മുതൽ June 26 വരെയാണ് ആ ഒരു ഡേറ്റ് വരുന്നത്. നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷനോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വിൻഡോ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ടൈമിലാണ്. ഇനി നമുക്കറിയാം ഫീസ് വരുന്ന സമയത്ത് നമുക്ക് പേയ്മെൻറ്റ് നമുക്ക് എന്താണ് ജെൻസിനാണെങ്കിൽ 500, ലേഡീസ് ആണെങ്കിൽ 250 ആണ് പേയ്മെൻറ്റ് വരുന്നത്. അതിനകത്ത് തന്നെ ജെൻസ് 500 നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ കൂടിയും നമുക്ക് 400 രൂപ ഫസ്റ്റ് ടയർ നിങ്ങൾ എഴുതുവാണെങ്കിൽ 400 രൂപ തിരിച്ച് വരുന്നതാണ്, നമ്മുടെ അക്കൗണ്ടിലോട്ട് തിരിച്ച് വരുന്നതാണ്. അതിന് പെൺകുട്ടികൾക്കാണെങ്കിൽ മുഴുവൻ എമൗണ്ട് എന്താണ് തിരിച്ച് അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ ഒരു 70 CPC നമ്മുടെ പേ ലെവൽ പറയുന്നത് ലെവൽ 2 ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇനിഷ്യൽ പേ പറയുന്നത് 19,900 ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറഞ്ഞിരിക്കുന്നത് A1 സ്റ്റാൻഡേർഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് പറയാം. അതുപോലെ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 30 വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. 18 മുതൽ 30 വരെ എന്ന് പറയുമ്പോഴത്തേക്കും ജനറൽ EWS കാറ്റഗറീസ് ആണ് ഈ 18 മുതൽ 30 വരെ. ആസ് ഓൺ നോക്കുക 1/7/2026 ആണ് ഡേറ്റ് കൊടുക്കുന്നത്. 2026 എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് 18-നും 30-നും ഇടയിലുള്ള ഏജ് ഉണ്ടായിരിക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കിപ്പോൾ OBC കാറ്റഗറിയാണ് വരുന്നതെങ്കിൽ അവിടെ 3 വർഷത്തെ റിലാക്സേഷൻ വരുന്നതാണ്. അതുപോലെ തന്നെ SC/ST കാറ്റഗറീസ് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അവിടെ 5 വർഷത്തെ റിലാക്സേഷൻ വരുന്നതാണ്. അതുപോലെ ടോട്ടൽ വേക്കൻസീസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 11,127 വേക്കൻസീസ് ആണ് മൊത്തം എല്ലാ റീജിയനുമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് നമുക്കവിടെ പറഞ്ഞത് ഓൾ RRBs എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ RRBസുമായിട്ട് ചേർത്ത് നമുക്കിവിടെ ടോട്ടൽ വേക്കൻസീസ് പറയുന്നത് എങ്ങനെയാണ്. നിങ്ങൾ ഓൾറെഡി നമ്മുടെ വേക്കൻസീസ് നമ്മൾ നേരത്തെ തന്നെ എന്താണ് റെയിൽവേയുടെ സൈഡിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്ന് ചെറിയൊരു ഷോർട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ട് വേക്കൻസി കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു റേഞ്ചിലുള്ള വേക്കൻസിനാണ് ഇവിടെ ഇപ്പോഴും കിടക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു പേജിലേക്ക് വരുന്ന സമയത്ത് നമുക്കവിടെ ഡേറ്റ് വരുമ്പോൾ ഏജ് ലിമിറ്റ് വരുന്ന സമയത്തോടെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇയേഴ്സ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജനറലും EWS കാറ്റഗറീസ് ആണെങ്കിൽ നമുക്ക് വരുന്നതെങ്കിൽ 18-30 ആണ്. അത് അവർ പറഞ്ഞ ഡേറ്റ് 2/7/1996 ആണ്. 2/7/1996 ശേഷം ജനിക്കുന്നവർക്കാണ് എന്ത് ചെയ്യുന്നത് നമുക്കിത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അത് OBCയിലേക്ക് ആകുമ്പോഴത്തേക്കും 3 വർഷത്തെ റിലാക്സേഷൻ വരുന്നതൊക്കെ 2/7/1993 ആണ് പറയുന്നത്. അതുപോലെ SC/ST വരുന്ന സമയത്ത് 1991, അതായത് 5 വർഷത്തെ റിലാക്സേഷൻ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഏജ് വൈസ് നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്ക് റിലാക്സേഷൻ വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഈ ഡേറ്റുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് നിങ്ങൾ നോക്കേണ്ട ഡേറ്റുകളാണ് അതൊക്കെ. അതുപോലെ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ വരുന്നത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് A1 സ്റ്റാൻഡ്സ് ഒക്കെ പറഞ്ഞാൽ നമുക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നത് മെയിനായിട്ടും 10th+ IT ആണ് മെയിനായിട്ടും പറയുന്ന ക്വാളിഫിക്കേഷൻ. ITക്കകത്തും അവർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നോക്കുക, ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്, മിൽ റൈറ്റ്, മെയിൻ്റനൻസ് മെക്കാനിക്, മെക്കാനിക് റേഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10th+ IT ആണ് മെയിനായിട്ട് പറയുന്ന ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ 10th+ നമുക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ളവർക്കും എന്താണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഡിപ്ലോമ അല്ല ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്താണ് അപ്ലൈ ചെയ്യാവുന്നവർ പറഞ്ഞിട്ടുണ്ട്. ഡിഗ്രി ഇൻ ദ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസ് ആസ് എബോവ് വിൽ ഓൾസോ ബി അക്സെപ്റ്റബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിലും അത് ഈ പറയുന്ന എന്താണ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് പോലെയുള്ള ഓട്ടോമൊബൈൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പോലെയുള്ള എന്താണ് ഡിഗ്രി നമുക്ക് BTech ഉണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്
നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. മെയിനായിട്ടും 10th പ്ലസ് IT ആണ് എന്ത് ചെയ്യുന്നത് അവർ പറയുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ A1 സ്റ്റാൻഡേർഡിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. A1 സ്റ്റാൻഡേർഡ് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ഈ റെയിൽവേ എക്സാമുകളിൽ തന്നെ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന എക്സാമാണ് നമ്മുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വിഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വിഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. വിഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 6/6 ആണോ എന്ത് ചെയ്യുന്നത് അവർ വിഷൻ പറയുന്നത്. വിത്തൗട്ട് ഗ്ലാസസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വിത്തൗട്ട് ഗ്ലാസസ് 6/6 വിഷൻ പറയുന്നുണ്ട്. അതുപോലെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത്. മെയിനായിട്ട് നിങ്ങൾ ഈ വിഷൻ ശ്രദ്ധിക്കുക. നമുക്ക് എന്തായാലും എന്താണ് മെഡിക്കൽ എക്സാംസ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മൾ നോക്കിയിട്ട് നമ്മൾ 6/6 എന്ന് ഉറപ്പിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് എക്സാം അപ്ലൈ ചെയ്യാനായിട്ട്. കാരണം അവരുടെ മെഡിക്കൽ ടെസ്റ്റിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെസ്റ്റൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഓക്കെ ആണെന്ന് നമ്മൾ ഉറപ്പിച്ചോണം. ഇനി എക്സാമിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, നമുക്ക് എക്സാം വരെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഫസ്റ്റ് സ്റ്റേജ് CBT വരുന്നുണ്ട്. CBT 1 എന്നുണ്ട്, ടയർ 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള എന്താണ് മാത്സ്, റീസണിങ്, GK അല്ലെങ്കിൽ ജനറൽ കറണ്ട് അഫയേഴ്സ് വരുന്ന ആ ഒരു ഏരിയ. ഓക്കെ, അത് വരുന്ന ഫസ്റ്റ് സ്റ്റേജ് വരുന്നുണ്ട്. അതുപോലെ സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് CBT 2 വരുന്ന സമയത്ത് അതും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. പക്ഷെ അവിടെ നമുക്ക് 2 പാർട്ടായിട്ടാണ് വരുന്നത്. പാർട്ട് A, പാർട്ട് B എന്ന് പറഞ്ഞാണ് വരുന്നത്. പാർട്ട് എയിൽ നമ്മൾ CBT 1 കാണുന്ന അതേ ടോപ്പിക്സ് ഒക്കെ തന്നെയാണ്. പാർട്ട് Bയിലേക്ക് വരുന്ന സമയത്ത്, പാർട്ട് 2ലേക്ക് വരുന്ന സമയത്ത് അത് ജസ്റ്റ് ക്വാളിഫിക്കേഷൻ മാത്രം മതി. ഇത് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി നമ്മളവിടെ. അത് നമുക്ക് നമ്മുടെ കോർ ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് നമുക്ക് എന്ത് ചെയ്യും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സബ്ജക്ട്സിനെ കുറിച്ചുള്ള എന്താണ് ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് Bയിലേക്ക് വരുന്നത്. പാർട്ട് 2ലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പാർട്ട് 1 അല്ലെങ്കിൽ പാർട്ട് Aയിലെ സ്കോറാണ് നമ്മളിവിടെ എടുക്കുന്നത്. പാർട്ട് B ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. അത് അവർ പറയുന്ന ഒരു പെർസെൻറ്റേജ് ക്വാളിഫിക്കേഷൻ ആണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് അതും കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് വരുന്നത് മെയിനായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം ചെറിയൊരു ഡിഫറൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി നമുക്ക് ഈ ഒരു എക്സാംസിൻ്റെ എല്ലാം മാർക്ക് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും ഒരു ലിസ്റ്റ് വരും. ആ ലിസ്റ്റിനകത്ത് ഇപ്രാവശ്യം എങ്ങനെയാണ് അവർ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്രാവശ്യം എങ്ങനെയാണ് ആ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 50-50 റേഷ്യോയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പെർസെൻറ്റേജ് മാർക്ക് എടുക്കുന്നത്. അതായത് CBT 2 പാർട്ട് Aയുടെ സ്കോറിൽ 50% അല്ലെങ്കിൽ 50%, അതുപോലെ CBET 50. ഓക്കെ, ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് ടോട്ടൽ മാർക്ക് അവർ ഇപ്രാവശ്യം കാൽക്കുലേറ്റ് ചെയ്ത് ലിസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും വരുന്നത്, അതുപോലെ മെഡിക്കൽ എക്സാമിനേഷനും വരുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിക്കൽ എക്സാമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമുക്കിവിടെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എല്ലാം ക്ലിയർ ആണെന്ന് ഉറപ്പിച്ചിട്ട് വേണം നിങ്ങൾ അതിനായിട്ട് എക്സാം അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി വേക്കൻസീസ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ടോട്ടലായിട്ട് പറഞ്ഞ വേക്കൻസീസ് നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് 11,127 വേക്കൻസീസ് മൊത്തം റീജിയനായിട്ട് വരുന്നുണ്ട്. ഇതിനാണ് നിങ്ങൾ മെയിനായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ട്രിവാൻഡ്രം നമ്മൾ നോക്കുവാണെങ്കിൽ, ഇവിടെ ട്രിവാൻഡ്രം നിങ്ങൾ നോക്കുവാണെങ്കിൽ സദേൺ റീജിയൻ ആണ്. അവിടെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ജനറൽ വേക്കൻസി നിങ്ങൾ വരുന്നത് 43 ആണ് അവിടെ വന്നിരിക്കുന്നത്. ജനറൽ വേക്കൻസീസ് UR വന്നിരിക്കുന്നത്. അതുപോലെ SCയിൽ 8, STയിൽ 5, OBCയിൽ 7, EWSന് 1, അങ്ങനെ ടോട്ടലായിട്ട് 64 വേക്കൻസീസ് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ നമുക്ക് ട്രിവാൻഡ്രം റീജിയൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, സദേൺ റീജിയൻ തന്നെ ട്രിവാൻഡ്രം നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും വരുന്ന വേക്കൻസി എന്ന് പറയുന്നത് ടോട്ടൽ 64 വേക്കൻസീസ് ആണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെന്നൈ നമുക്ക് സദേൺ റീജിയനിൽ വരുന്നതാണ് ചെന്നൈ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് UR ജനറൽ വരുന്ന സമയത്ത് 93 വേക്കൻസീസ് വരുന്നുണ്ട്. അതുപോലെ SC വരുന്ന സമയത്ത് 24, അതുപോലെ ST വരുമ്പോൾ 14 വരുന്നുണ്ട്, OBC വരുമ്പോൾ 41 വരുന്നുണ്ട്, EWSന് 14, അങ്ങനെ ടോട്ടലായിട്ട് 186 വേക്കൻസീസ് എവിടെ വരുന്നുണ്ട് നമ്മുടെ ചെന്നൈ റീജിയനിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കാം ബാംഗ്ലൂരിനോട് ജസ്റ്റ് നോക്കാം. ബാംഗ്ലൂർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ജനറൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 80 വരുന്നുണ്ട്. അതുപോലെ SC നിങ്ങൾ നോക്കുമ്പോൾ 31, ST 15, അതുപോലെ OBC 54, EWS 20, മൊത്തം നമുക്ക് എന്താണ് 200 വേക്കൻസീസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമുക്ക് സോൺ വൈസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെപ്പോഴും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് വേക്കൻസീസ് തിരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നത് ഓരോ സോൺ വൈസ് ആയിട്ടുള്ള വേക്കൻസീസും റീജിയൻ വൈസുള്ള വേക്കൻസീസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് വേണം നിങ്ങൾ നേരിട്ട് ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ എക്സാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പണ്ട് തൊട്ടേ നമ്മൾ പറയുന്നതാണ്. നമ്മൾ വീഡിയോ ക്ലാസ്സിൽ എല്ലാവരും പറയുന്ന കാര്യമാണ്. എല്ലാവരും നല്ലപോലെ സ്റ്റാർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ഇനി നിങ്ങളൊരു എക്സ്ക്യൂസും പറയരുത്. ഓക്കെ, ഇപ്പം തന്നെ മാക്സിമം നല്ലപോലെ പഠിച്ചു തുടങ്ങുക. ഇപ്പം പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് ഈ എക്സാംസ് ആകുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് എന്താണ് കവർ ചെയ്ത് നല്ലൊരു മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നല്ലൊരു സ്കോർ എടുക്കാൻ പറ്റുന്നൊരു ഏരിയയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, എനിവേ നമ്മുടെ HUBയിലെ ട്രിവാൻഡ്രത്തും
നെയ്യാറ്റിക്കര ബ്രാഞ്ചിൽ നമ്മൾ പുതിയ ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന 20-ാം തീയതിയാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച് തന്നെ എന്ത് ചെയ്യാം, മുൻപോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.